ക്രിസ്മസൊക്കെ കഴിഞ്ഞു. പക്ഷേ പ്ലം കേക്കൊന്നും കടയിൽ കഴിഞ്ഞിട്ടില്ല. മക്കളെയൊക്കെ കൊണ്ട് കടയിൽ പോകുമ്പോൾ കേക്കിലേക്കാണ് കൈ പോവുക. ഞാൻ പറഞ്ഞു ഇതൊക്കെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന്. ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഏതായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തു. അതിൽ നിന്നും പകുതി എടുത്ത് ഒരു കഷ്ണം പട്ടയും 5 ഗ്രാമ്പുവും ചേർത്ത് നന്നായി പൊടിച്ചെടുത്തു. ബാക്കിയുള്ള പഞ്ചസാര മുഴുവൻ എടുത്തിട്ടില്ല. മുഴുവൻ എടുത്താൽ കേക്കിന് മധുരം വല്ലാണ്ട് കൂടിപ്പോവും. അതിൽ നിന്നും പകുതി മാത്രം എടുത്ത് മൊത്തം 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് ആവശ്യം വന്നത്. അതൊന്ന് കാരമലൈസ് ചെയ്തു. ഇനി അതിലോട്ട് കയ്യിലുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തു. ഇത് ഓറഞ്ച് സിസ്റ്റാണ്. ഒരു 4 ദിവസം മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേക്കൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങിയാൽ അത് ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വെക്കുക. ഇനി നേരത്തെ പഞ്ചസാര എടുത്ത ഗ്ലാസ്സിലോട്ട് ഒരു ഗ്ലാസ് മൈദ എടുക്കുക. ആ മൈദയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് അത് നന്നായിട്ട് തരിച്ചെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർക്കേണ്ടതുണ്ട്. ഉപ്പ് ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അതിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഹൈ സ്പീഡിലൊന്ന് അടിച്ചെടുക്കുക. ശേഷം അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. ഇത് മൈദയിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ തണുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ബാറ്റർ കുറച്ച് ലൂസാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. കേക്ക് ടിന്നിൽ ഓയിലൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ചെറീസും കാഷ്യൂനട്ടൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ചൂടായ പാത്രത്തിലോട്ട് ഇറക്കി വെച്ച് 1 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ അലങ്കരിച്ച സാധനങ്ങളൊക്കെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കേക്ക് ഒരു ദിവസം കൂടെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഇനിയും നന്നായിട്ട് കൂടി വരും. അപ്പോൾ ഇവിടെ അതിനൊന്നും ഒഴിവില്ല. അപ്പം തന്നെ മുറിച്ച് കഴിക്കാൻ തുടങ്ങി. കണ്ടോ, ഡ്രൈ ഫ്രൂട്ടൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയായിരുന്നു. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.